അമേരിക്കയിൽ ഡാലസിൽ അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭ അധ്യക്ഷൻ മാർ അഥനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്തയുടെ സംസ്കാര ചടങ്ങുകളുടെ ഒന്നാം ഘട്ടം പൂർത്തിയായി എന്ന് മധു കൊട്ടാരകര അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഡാലസ് വിൽസ് പോയിന്റിലെ സെന്റ് പീറ്റേഴ്സ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലിൽ ചടങ്ങുകൾ നടക്കുന്നു. 8 ഘട്ടങ്ങളായിട്ടാണ് സംസ്കാര ചടങ്ങ്. മധു കൊട്ടാരകര അമേരിക്കയിൽ നിന്ന് തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ് അഗെയിൻ, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. കഴിഞ്ഞ ബുധനാഴ്ച കാലം ചെയ്ത അഭിമന്യ മോറോൻമാർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രാപ്പൊലീത്തയ്ക്ക് അവസാന യാത്രാമൊഴി നൽകിയിരിക്കുകയാണ് ഡാലസിലെ മലയാളി സമൂഹവും അതുപോലെ സഭയുടെ മറ്റ് നേതൃത്വത്തിലുള്ളവരും വികാരിമാരും ബിഷപ്പുമാരും വിശ്വാസികളും ഒക്കെ. ഓർത്തഡോക്സ് പാരമ്പര്യപ്രകാരമുള്ള ശവസംസ്കാര ശുശ്രൂഷകളായിരുന്നു ക്രമീകരിച്ചിരുന്നത്. ഡാലസിലെ റെസ്റ്റ്ലാൻഡ് ഫ്യൂണറൽ ഹോമിൽ പൊതുദർശനം അല്പസമയം മുമ്പ് അവസാനിച്ചു. ഈ പൊതുദർശനത്തിൽ 100 കണക്കിന് വിശ്വാസികളും ബിഷപ്പുമാരും സംഘടനാ നേതാക്കളും ഒക്കെ അന്തിമോപചാരം അർപ്പിക്കുവാൻ എത്തിയിരുന്നു. സുവിശേഷ ലോകത്ത് ഡോക്ടർ KP യോഹന്നാൻ എന്ന പേരിൽ വിശ്വാസികളുടെ ഹൃദയത്തിൽ കുടിയേറിയ യോഹാൻ മെത്രാപ്പൊലീത്തയുടെ പെട്ടെന്നുള്ള വേർപാടിന്റെ ഞെട്ടലിലാണ് ഈ അന്തിമോപചാരം അർപ്പിക്കുവാൻ വന്ന മിക്കവാറും എല്ലാ ആൾക്കാരും. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത, അതുപോലെ യാക്കോബ സഭയുടെ ആർച്ച് ബിഷപ്പ് മാർ ടൈറ്റസ് എൽദോ, മുൻ ഇന്ത്യയുടെ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ PJ കുര്യൻ ഉൾപ്പെടെയുള്ളവർ ഡാലസിലെത്തി അന്തിമോപചാരം നൽകിയവരിൽ ഉൾപ്പെടുന്നു. 8 ഘട്ടങ്ങളിലായി നടക്കുന്ന ഈ കബറടക്ക ശുശ്രൂഷയുടെ ആദ്യഘട്ടം ഡാലസിലെ വിൽസ് പോയിന്റിലെ സെയിന്റ് പീറ്റേഴ്സ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രൽ വെച്ചായിരുന്നു ഇന്നലെ നടത്തപ്പെട്ടത്. ഇനി ഇവിടുത്തെ ചടങ്ങുകളെല്ലാം അവസാനിച്ചു എന്ന് വേണം നമുക്ക് കരുതുവാൻ. ഇതിന്റെ ഈ മറ്റുള്ള തുടർ നടപടികളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഈ മൃതദേഹം കേരളത്തിലെ തിരുവല്ലയിലേക്ക് ആയിരിക്കും കൊണ്ടെത്തിക്കുക. അവിടുത്തെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം അവിടെയായിരിക്കും കബറടക്കുക. ഇവിടുത്തെ പേപ്പർ വർക്കുകളെല്ലാം ക്രമീകരിക്കുവാനായിട്ട് ഹൂസ്റ്റണിലെ ഇന്ത്യൻ കോൺസുലേറ്റും സഭയ്ക്ക് വേണ്ട സഹായം നൽകുന്നതായിട്ടാണ് സഭാ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എസ് കെ, ഈ അഭിമന്യ മെത്രാപ്പൊലീത്ത 1974 24 വയസ്സുള്ളപ്പോഴാണ് അമേരിക്കയിൽ എത്തിയത്. 50 വർഷം 5 പതിറ്റാണ്ടിലേറെയുള്ള സുവിശേഷ പ്രവർത്തനത്തിന് ശേഷം 2024 അദ്ദേഹം വേദപഠനത്തിനായി എത്തിയ അതേ മണ്ണിൽ നിന്ന് തന്നെ അദ്ദേഹം പതുക്കെ പതുക്കെ നടന്നു നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എസ് കെ. താങ്ക് യു മധു കൊട്ടാരകര.